ആയിരുന്നു, നല്ലൊരു എമൗണ്ടും ചിലവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ക്ലിയർ അടിച്ചതെല്ലാം പൊളിഞ്ഞു. അത് നല്ല രീതിയിൽ തന്നെ ഉരച്ചും കാര്യങ്ങളൊക്കെ ചെയ്താണ്. പക്ഷേ ഇത് പഴയ പോലെ ആയി. ആ ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്തത് ആ ഭാഗത്തൊക്കെ എങ്ങനെയൊക്കെ ഇതുപോലെ കുറേ പാണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആവുകയും വേണം. അതിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് എടുത്താണ്, വളരെ ലൈറ്റായിട്ട് എടുത്താണ്. അപ്പോൾ ടിന്നർ നമ്മൾ ടർപ്പൻ ജസ്റ്റ് എടുത്തത് ഒരു ചെറിയൊരു അടപ്പ് മാത്രമാണ്. പീസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത് വരും. ഇതാണ് ടയർ ഹഗ്ഗർ വന്നിട്ടുള്ളത്. ഈ യൂണിവേഴ്സൽ ടയർ ഹഗ്ഗറാണ്. ഞാനിത് ഏകദേശം ഒരു ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വണ്ടി റീപെയിൻറ്റ് ചെയ്യാണ്. ജസ്റ്റ് വണ്ടി ഫുള്ളായിട്ടൊന്നും ചെയ്യണില്ല, കുറച്ച് ഭാഗം മാത്രം. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പെയിൻറ്റിങ് വീഡിയോ ഇട്ടിരുന്നു, വളരെ ലോ കോസ്റ്റായിട്ട് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പെയിൻറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് കുറച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ നമ്മൾ മാറുന്നുണ്ട്. നമ്മുടെ ഷോക്ക് അബ്സോർബർ മാറുന്ന വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കാരണം പെയിൻറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോക്ക് അബ്സോർബർ മാറുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഷോക്ക് അബ്സോർബറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ബൈക്കാണ് നമ്മൾ മുമ്പ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്തെടുത്താണ് നമ്മൾ. ഏകദേശം 1-2 കൊല്ലം ഇത് വെറുതെ ഇരുന്നിട്ട് നമ്മൾ പിന്നീട് പണിതെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മളിതൊക്കെ നോർമൽ പെയിൻറ്റാണ് ചെയ്തേക്കണേ. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ മഴയൊക്കെ നനഞ്ഞ് ഇച്ചിരി ചെളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. ആ വീഡിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ഈ ബൈക്കിൻ്റെയാണ് നമ്മൾ ഈ മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മഡ് ഗാർഡ് പെയിൻറ്റ് ചെയ്യാനായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തത് ഏകദേശം ഒരു 4 ക്യാൻ എനിക്ക് ചിലവായിരുന്നു, നല്ലൊരു എമൗണ്ടും ചിലവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ക്ലിയർ അടിച്ചതെല്ലാം പൊളിഞ്ഞു. അത് നല്ല രീതിയിൽ തന്നെ ഉരച്ചും കാര്യങ്ങളൊക്കെ ചെയ്താണ്. പക്ഷേ ഇത് പഴയ പോലെ ആയി. ഇതിൻ്റെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചതെല്ലാം ബബിൾ വരെയും കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം പെയിൻറ്റ് പൊളച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ ഇനി എന്തായാലും സ്പ്രേ പെയിൻറ്റ് ചെയ്യണില്ല. കാരണം സ്പ്രേ പെയിൻറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ പിന്നെ കടയിൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. തൽക്കാലം ഇപ്പോൾ ഇത് ഇത്രയും പഴയ വണ്ടിയാണ്, ഏകദേശം 10 കൊല്ലമായി വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിന് ഒരുപാട് പൈസ കിടക്കണമെന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ സസ്പെൻഷനാണ് മാറാനുള്ളത്. ഈ സസ്പെൻഷൻ ഇപ്പോൾ ഷൈൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വരുമ്പോൾ ഏകദേശം 3500 രൂപയ്ക്ക് എബോവ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതുകൊണ്ടാണ് ഇത് വെച്ചിരുന്നത്. വണ്ടി എടുത്ത് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആ സസ്പെൻഷൻ പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് ഷൈൻ്റെയാണ് ഇത്ര നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ലീക്കൊന്നും കാണാനില്ല. പക്ഷേ ഓയിൽ സീലിൽ നിന്ന് എന്തോ പ്രഷർ പോകും എന്തോ ചെയ്തിട്ട് ഒട്ടും തന്നെ ഷോക്ക് വർക്ക് ചെയ്യുന്നില്ല. ഷോക്ക് സ്പ്രിങ്ങൊക്കെ കാര്യങ്ങൾ ആക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് അടി കിട്ടുന്നുണ്ട് നമ്മുടെ നടുവിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ മാറുന്നത്. ഇതാണ് നമ്മൾ ഷോക്ക് അബ്സോർബർ വാങ്ങിയിരിക്കുന്നത്. ഗബ്രിയലിൻ്റെയാണ് ഷോക്ക് അബ്സോർബർ. ഗ്യാസ് ഷോക്കാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഈ വണ്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതല്ല, ഇത് പൾസറിന് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതൊന്ന് അഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വണ്ടിയിൽ ആദ്യം ഒരു സസ്പെൻഷൻ. ഗബ്രിയലിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ ഇത് അന്ന് നല്ല ഓവർലോഡും കാരണം 3 പേരൊക്കെ വെച്ചിട്ട് നല്ല പൊളിക്കായിരുന്നു. അതുപോലെയൊക്കെ നല്ല ഓഫ് റോഡ് പോലെയൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് ഈ സാധനം പറഞ്ഞ നേരം കൊണ്ട് അടിച്ചുപോയി. ഇതിൻ്റെ ഓയിൽ ലീക്ക് ഇതിലും കാണാനൊന്നുമില്ല. പക്ഷേ എങ്ങനെയെന്ന് അറിയാൻ പാടില്ല, ഇതിൻ്റെയും ഷോക്ക് എനിക്ക് വേണമെങ്കിൽ നൈട്രോക്സ് ലീക്കാവോ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യാണ്ടായി. ഏകദേശം 3 കൊല്ലം എനിക്ക് ഉപയോഗിക്കാൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് സെയിം ബ്രാൻഡാണ്, ഗബ്രിയലിൻ്റെയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഹൈറ്റ് നല്ല വ്യത്യാസമുണ്ട്. ഇത്ര ഹൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഹൈറ്റ് വലിയൊരു പ്രശ്നമില്ല. കാരണം ഇപ്പോൾ ഷൈൻ്റെയും ഇപ്പോൾ ഈ പൾസറിൻ്റെ വാങ്ങിക്കുന്നത് ഏകദേശം സെയിം ഹൈറ്റാണ്. വേറെ തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഇത് 110 ഇതിൽ വരുന്നത് 100ൻ്റെ ടയറാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് നൈട്രോക്സ് തന്നെയാണ് വരുന്നത്. ഹൈറ്റ് വരുന്നതിന് ഏകദേശം 335 ഹോൾ വരുന്നത്. നോർമലി പൾസറിനെല്ലാം വരുന്നത് ഈ മോഡലാണ്. ഇതും വരുന്നുണ്ട് ഗബ്രിയലും അതേപോലെ തന്നെ എൻഡ്യൂറൻസ്, അങ്ങനെ 2 ബ്രാൻഡുകളാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സാധനം പെയിൻറ്റ് ചെയ്യാനത് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് നമുക്കിത് ഇതിൽ ഫിറ്റ് ചെയ്യാം. കാരണം ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പീസൊക്കെ മൊത്തമായിട്ട് അഴിക്കാനായിട്ടുണ്ട്. അതുപോലെ ബാക്കി സസ്പെൻഷനൊക്കെ റിമൂവ് ചെയ്യാനുണ്ട്, സാരി കടൊക്കെ റിമൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാർട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പെയിൻറ്റ് ചെയ്ത് ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം അതിന് ഉണങ്ങാനായിട്ട് ടൈം വേണം. അപ്പോൾ എന്തായാലും നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള മഡ് ഗാർഡ് നമ്മളെടുത്ത് നല്ല രീതിയിൽ ഉരച്ച് തിമ്പിണ്ടായിരുന്ന പെയിൻറ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്തത് ആ ഭാഗത്തൊക്കെ എങ്ങനെയൊക്കെ ഇതുപോലെ കുറേ പാണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രഷ് പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കുഴപ്പമില്ല. കാരണം ബ്രഷ് പെയിൻറ്റ് അത്യാവശ്യം തിക്കായിട്ട് വരുള്ളൂ. സ്പ്രേ പെയിൻറ്റ് വളരെ നൈസായിട്ടൊരു ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു 3-4 കോട്ടൊക്കെ അടിക്കണം സ്പ്രേ പെയിൻറ്റ് നല്ല രീതിയിൽ ഇത് പിടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ആ ഒരു ഭാഗത്തെ ഈ ക്ലിയറൊക്കെ പൊളിഞ്ഞു പോയാണ് ഇതുപോലെയൊക്കെ ആയത്.
അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് നല്ല രീതിയിൽ 400-ൻ്റെ സാൻഡ് വരെ ഞാൻ യൂസ് ചെയ്തുള്ളൂ. 2000 വരെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല, കാരണം നമുക്ക് പഴയ വണ്ടിയാണ്. ജസ്റ്റ് ഒരു ഷൈനിങ് കിട്ടിയാൽ മാത്രം മതി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊട്ടക്ടർ ഗാർഡിൻ്റെ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളകിയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിക്കുക, എന്തായാലും അടിച്ചതല്ലേ നിർത്തിയിട്ട് പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ടർപ്പനും അതേപോലെ തന്നെ പെയിൻറ്റാണ്. ബ്രഷ് നമ്മൾ എടുത്തിട്ടുണ്ട്, നോർമൽ ബ്രഷ് തന്നെയാണ് ഇത്. ഏകദേശം 20 കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ അഴിച്ച് പെയിൻറ്റിങ്ങിന് മിക്സിങ് തുടങ്ങാം. ഇത് ഒപ്പത്തിനൊപ്പം പെയിൻറ്റും അതേപോലെ തന്നെ കുറച്ച് ടർപ്പനും മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഒരുപാട് ലൂസാക്കിയിട്ട് അടിക്കാനില്ല, കാരണം ഇത്തിരി ഹാർഡായിട്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം. പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. പെയിൻറ്റും കുറച്ചെടുത്തുള്ളൂ, അതുപോലെ ടർപ്പനും കുറച്ചെടുത്തുള്ളൂ. കാരണം ബേസ് കോട്ട് അടിക്കാനാണ്. അപ്പോൾ ബേസ് കോട്ട് എന്തായാലും ഒരുപാട് തിക്നെസ് ഒന്നും വേണമെന്നില്ല, പെട്ടെന്ന് ഡ്രൈ ആവുകയും വേണം. അതിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് എടുത്താണ്, വളരെ ലൈറ്റായിട്ട് എടുത്താണ്. അപ്പോൾ ടിന്നർ നമ്മൾ ടർപ്പൻ ജസ്റ്റ് എടുത്തത് ഒരു ചെറിയൊരു അടപ്പ് മാത്രമാണ്. അതേപോലെ തന്നെ പെയിൻറ്റും വളരെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഈ ഒരു പീസിൽ അടിക്കുകയാണ്. കാരണം ജസ്റ്റ് വെയിലത്ത് വെച്ചേക്കണം നമ്മുടെ മഡ് ഗാർഡ്, അതുമ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഉണങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ ഒരു പാർട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കാം. പെയിൻറ്റ് അടിക്കുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് അടിക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ വലിച്ച് ജസ്റ്റ് അടിച്ച് ഇതൊന്ന് ആക്കിയെടുത്താൽ മതി. കാരണം ഇപ്പോൾ അടിക്കുമ്പോൾ നമുക്ക് ബ്രഷ് പാഡ് വരും, അതുപോലെ തന്നെ ഒലിച്ചിറങ്ങുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ വടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷ് പാഡും കാര്യങ്ങളൊക്കെ തന്നെ കൂടി ചേർന്നായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രഷ് പാഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സപ്പോർട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ മഡ് ഗാർഡ് പെയിൻറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഈ മഡ് ഗാർഡ് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഉറച്ച് ഉള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കിയിട്ട് വേണം പെയിൻറ്റ് അടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കാനായിട്ട് വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഹീറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ലൈറ്റായിട്ടാണ് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തേക്കണം. അപ്പോൾ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടിട്ട് വലിക്കരുത്, ജസ്റ്റ് 1-2 സ്ട്രെച്ച് വലിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഉണങ്ങാനായിട്ട് വയ്ക്കുക. അങ്ങനെയാണ്. കൂടുതൽ റൗണ്ട് അടിക്കുക അല്ലെങ്കിൽ വേറെ ഡയറക്ഷനിലൊന്നും എടുക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ഒരിത്തിരി ഒലിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തോണ്ട, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പെയിൻറ്റ് അടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബേസ് കോട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വെയിലാണ് നമ്മൾ വെച്ചേക്കണത്, കാരണം കുറച്ച് ഹീറ്റ് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തണലും കാര്യങ്ങളും വരും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ വെച്ചേക്കണം. ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂറിനുള്ളിൽ എടുക്കും ഉണങ്ങാനായിട്ട്. നമുക്ക് എന്തായാലും വേറെ വർക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളെന്തായാലും ഇതിവിടെ ഉണങ്ങാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സസ്പെൻഷൻ്റെ വർക്ക് ഉണ്ട്, അപ്പോൾ അതും കൂടി ചെയ്യാം. ഗൈസ്, ഇതിപ്പോൾ ഹൈറ്റ് കുറഞ്ഞെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റർ വെച്ചിട്ട് നമുക്കിത് ഹൈറ്റ് കൂട്ടാവുന്നുള്ളൂ. പക്ഷേ ഇത് വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഹൈറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ പില്ലിയണിന് ഇപ്പോൾ കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും. വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് ഇത് അഴിച്ചിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല, കാരണം വണ്ടിക്ക് ഇച്ചിരി ഹൈറ്റ് ഓൾറെഡി കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനിപ്പോൾ വേറെ ഒന്നും ചെയ്യണില്ല. അതിൻ്റെ പേരിൽ ചെയിൻ്റെ ഭാഗത്തൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല. നമ്മൾ ഈ ഒരു ഐറ്റം ഫിക്സ് ചെയ്യണില്ല, ഇത് അഴിച്ച് മാറ്റാണ്. ഞാൻ മുമ്പ് ഷൈൻ്റെ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരുപാട് ഹൈറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഒന്നും താഴെ എത്താത്തൊരു പ്രശ്നങ്ങളൊക്കെ വരും, സെൻറ്റർ സ്റ്റാൻഡ് ഇടാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ അത് വെക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു നമ്മുടെ ഒരു പീസും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ സീറ്റ് റിമൂവ് ചെയ്തിട്ട് ബാക്കി അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം.
ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി 2 ബോൾട്ടാണ് അയക്കാനുള്ളത്. ഒന്ന് 17-ൻ്റെ, അതുപോലെ തന്നെ താഴെ നമുക്കൊരു 14-ൻ്റെ ബോൾട്ട് കൂടെ അയക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ 2 അയച്ചിട്ട് നമുക്ക് ഈ 2 ഷോക്ക് അബ്സോർബറിൻ്റെ 2 സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം അയക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അയച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ കുറച്ച് പൊട്ടിപ്പോയതൊക്കെയാണ്. മുമ്പ് നമ്മൾ വന്നിട്ട് എല്ലാം MC-ലൊക്കെ വെച്ച് ക്ലിയർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് അയച്ചെടുക്കാം. ഇപ്പോൾ അഴിച്ചെടുത്തപ്പോൾ മനസ്സിലായത് ഇപ്പോൾ മൂന്നും തമ്മിൽ മൂന്ന് രീതിയിലുള്ള ഹൈറ്റ് വ്യത്യാസമാണുള്ളത്. ഇത് ഏറ്റവും ചെറുതാണ്, അതിലും മുകളിലാണിത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു പീസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത് വരും. ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം ഒരു 25 mm വ്യത്യാസമാണ് നമുക്ക് ഇതും തമ്മിൽ വരുന്നത്. ഇതായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 15-20 mm വ്യത്യാസം ഇതും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2 ഷോക്ക് അബ്സോർബർ അയക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ സിങ്ങാമ അത്രയും ലെങ്ത്തിലേക്ക് എത്തുള്ളൂ. അതൊക്കെ എന്തായാലും 2 ഷോക്ക് അബ്സോർബർ റിമൂവ് ചെയ്യാം. നമ്മളിത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് ഇതേപോലെ വലിയ 2 വാഷറുകൾ വേണം, നല്ല വണ്ണമുള്ളത്. കാരണം നമ്മുടെ വണ്ടിയിൽ ആ ഒരു ബേസിന് ഇത്രയും ഏകദേശം വീതിയുണ്ട്. അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും വീതിയുള്ള 2 വാഷർ വേണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് നല്ല ഹാർഡായിട്ടുള്ള ഒരു ബോൾട്ടും നമുക്ക് നെട്ടും വേണം. അതേപോലെ തന്നെ നമുക്ക് ലോക്ക് വാഷർ വേണം. ഈ ലോക്ക് വാഷർ ഉണ്ടെങ്കിൽ മാത്രമാണ് വൈബ്രേഷനിൽ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ബോൾട്ട് അഴിഞ്ഞു പോകാതിരിക്കുള്ളൂ. ബോൾട്ട് മേന്ന് ഈ നെറ്റ് റിമൂവ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത്. നമുക്ക് എന്തായാലും ഇത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ഇതിലേക്ക് വെക്കുക. നമ്മുടെ ഈ ഒരു ബോൾട്ട് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വയ്ക്കുമ്പോൾ എപ്പോഴും ബോൾട്ട് താഴേക്ക് വരാവുന്ന രീതിയിൽ വെക്കണം. നമ്മൾ ഈ ഒരു ഐറ്റം നമുക്കിത് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ പറ്റും. ഈ അടിയിലെ ഭാഗം നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ജസ്റ്റ് തിരിക്കുക. നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുക. ജസ്റ്റ് ഈ ബോൾട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. താഴെയാണ് നമ്മുടെ വാഷർ വേണ്ടത്. നമ്മുടെ നെറ്റിൻ്റെ അടുത്തായിട്ടാണ് വാഷർ കൊടുക്കേണ്ടത്. ജസ്റ്റ് വാഷർ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 2 സ്പാനർ വെച്ചിട്ട് മാക്സിമം എന്ത് വർക്ക് ചെയ്യുമ്പോഴും റിംഗ് സ്പാനർ യൂസ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. ഒട്ടും അഴിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 2ാമത്തെ ഷോക്ക് അബ്സോർബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ എടുത്തേക്കുന്നത് TVS-ൻ്റെ ബോൾട്ട് ഉണ്ടോ. TVS-ൻ്റെ ബോൾട്ടിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഏകദേശം ഈ സംഭവം എൻ്റെ വന്നിട്ട് 6 കൊല്ലത്തിനോളായി ഈ ബോൾട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യണം. കാരണം മറ്റേ ഷൈൻ്റെ സസ്പെൻഷൻ വെച്ചപ്പോഴും ഞാൻ അതുപോലെ തന്നെ യൂസ് ചെയ്തിരുന്നത്. ഇത് ഞാൻ വെച്ചിട്ട് ഏകദേശം 6 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് ഇത് അലൂമിനിയം മെറ്റലാണത്, അലൂമിനിയം കാസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. ഇത് പൊട്ടിപ്പോകുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയും നാൾ ഞാൻ നല്ല രീതിയിൽ ഹംസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടും ഈ സംഭവം പൊട്ടിപ്പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ 2 സസ്പെൻഷൻ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് C1 C2 എന്നൊക്കെ ഉണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് മുകളിലേക്ക് വരട്ടുന്നതിനാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തതാണ്. ഇനി ഇത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വണ്ടി ഗൈസ്, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ 2 വാഷറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ 2 വാഷറാണ് അതിന് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ജസ്റ്റ് ഈ സൈഡിലും രണ്ടാമത്തെ ഇപ്പുറ സൈഡിലും, അങ്ങനെ 2 സൈഡിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഷർ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊക്കാനായിട്ടുണ്ട്. താഴെ നിന്ന് ഒരു ചെറിയ ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടാനായിട്ട് പൊക്കിയിട്ട് നമുക്ക് 2 കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മളെടുത്തിരിക്കുന്നത് 2 സൈസിലുള്ള വാഷറാണ്. കാരണം ഇതിൻ്റെ ഗ്യാപ്പ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാനുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഈ വണ്ടിക്ക് ടയർ ഹഗ്ഗർ ഉണ്ട്. ഇത് ഞാൻ അഡീഷണൽ മേടിച്ചതാണ്. ഇതാണ് ടയർ ഹഗ്ഗർ വന്നിട്ടുള്ളത്. ഈ യൂണിവേഴ്സൽ ടയർ ഹഗ്ഗറാണ്. ഞാനിത് ഏകദേശം ഒരു 1000 രൂപ അടുപ്പിച്ച് വിലയുണ്ട് ഇത് മേടിച്ചപ്പോൾ. കുറച്ച് നാളായി മേടിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 3 കൊല്ലത്തോളം ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കാരണം മഡ് ഗാർഡ് ഞാൻ ഈ വണ്ടിയുടെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു മുമ്പ്. നമുക്കപ്പോൾ അതുകൊണ്ട് ഈ ടയർ ഹഗ്ഗർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സൈസിലുള്ള എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടയർ ഹഗ്ഗർ കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പിൽ സെറ്റാവും. സാധാരണഗതിയിൽ ടയർ ഹഗ്ഗർ ഫിറ്റ് ചെയ്യണത് നമ്മൾ ഈ ഒരു ബോൾട്ടിൻ്റെ അകത്തായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലെ ആക്സിലിൻ്റെ ഇടയിലാണ് ടൈറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഏത് നേരം ഈ ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് അഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ ഭാഗത്തായിട്ട് ചെയ്യാത്തത്. കാരണം നമ്മൾ അഴിക്കുമ്പോൾ ടയർ ഹഗ്ഗറിൻ്റെ ആ ഒരു ഇത് മാറും, പിന്നെ വീണ്ടും ഉണ്ടാവും സെറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും ടയർ മാറേണ്ട സമയം വരാണെങ്കിൽ മാത്രമാണ് നമുക്ക് ടയർ ഹഗ്ഗർ റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ടയർ ഹഗ്ഗർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു അളവൊക്കെ വെച്ച് കറക്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബോൾട്ട് 2 അപ്പുറത്തും ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടയർ ഹഗ്ഗർ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ബാക്കിലെ ടൈലൊക്കെ കൂടി ഇനി സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ലുക്ക് ഇതാണ്. നമ്മൾ അയച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം റീഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി റീഫിറ്റ് ചെയ്യാം.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ടയർ ഹഗ്ഗർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൈറ്റ് കൂട്ടുന്ന ആ ഒരു സംഭവം യൂസ് ചെയ്തതോടുകൂടി നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് ഓൾമോസ്റ്റ് കൂടി. അതേപോലെ തന്നെ നമ്മുടെ ടയർ രണ്ടും ഇപ്പോൾ നിലത്ത് കുത്തിയിരിക്കണം. സെൻറ്റർ സ്റ്റാൻഡ് വെച്ചാലും നമ്മൾ സാധാരണ സെൻറ്റർ സ്റ്റാൻഡ് കുത്തുമ്പോൾ ബാക്കിലെ വീല് പൊങ്ങി നിൽക്കാറുണ്ട് പതിവ്. ഇതിപ്പോൾ അങ്ങനെ നിൽക്കില്ല. ഇനി നമ്മളിപ്പോൾ ടയർ മാറണം അങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലും വുഡൻ ബ്ലോക്സോ കാര്യങ്ങളോ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. മുമ്പുണ്ടായിരുന്നത് ഒരു സിൽവർ കളർ പോലത്തെ ഒരു കളറായിരുന്നു. ഇപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിയർ ടയർ ഹഗ്ഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 900 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആണ് സാധനം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 961 രൂപയാണ് ഇതിൻ്റെ MRP വന്നിട്ടുള്ളത്. ഗബ്രിയലിൻ്റെ ഒറിജിനലാണ്, ഗബ്രിയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടും കൂടി കിട്ടിയത് 1800 രൂപയ്ക്കാണ് നമ്മൾ രണ്ടും കൂടി മേടിച്ചത്. എറണാകുളത്ത് നിന്നാണ് മേടിച്ചത്. എറണാകുളത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്കിത് തന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ ഷോപ്പാണ്. ഇനി നമ്മുടെ മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ബേസ് കോട്ട് അടിച്ച് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് രണ്ടാമത്തെ കോട്ട് പെയിൻറ്റ് കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു ബേസ് കോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിനി രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇതും കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും എന്തായാലും വീണ്ടും ഒന്നുകൂടി പെയിൻറ്റ് ചെയ്ത് ബേസ് കോട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി ജസ്റ്റ് ഒരു 400-ൻ്റെ പേപ്പർ ഇട്ടിട്ട് ഇത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യും. നമുക്കിതൊന്ന് ഗ്രിപ്പ് കിട്ടാനായിട്ട് അടുത്ത് നമ്മൾ മെയിൻ കോട്ട് അടിക്കുമ്പോൾ അതിലൊന്ന് ഗ്രിപ്പ് കിട്ടാനായിട്ട് ഇത് ജസ്റ്റ് നല്ല രീതിയിൽ വെള്ളം തേച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് വരയ്ക്കണത്. കാരണം എന്തെങ്കിലും ചെറിയ പാർട്സൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇരിക്കേണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി പോകാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ പെയിൻറ്റ് നല്ല രീതിയിൽ റബ്ബൊക്കെ ചെയ്ത് ഏകദേശം ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതെന്തായാലും നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം ബാക്കി പെയിൻറ്റിങ് ചെയ്യാം. ഇനി അടിക്കുന്ന ലെയർ അത്യാവശ്യം തിക്കായിട്ട് അടിക്കുള്ളൂ. അപ്പോൾ ഈ കാണുന്ന പാടുകളെല്ലാം തന്നെ അതിൽ പൊക്കോളും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം അടുത്ത രണ്ടാമത്തെ കോട്ട് പെയിൻറ്റ് അടിക്കാം. പെയിൻറ്റ് അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് തന്നെ എടുത്തേക്കണേ. വളരെ ചെറിയ രീതിയിൽ മാത്രമേ തിന്നർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇത് ഡയറക്റ്റ് നമ്മുടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, മഡ്ഗാർഡിലേക്ക് അപ്ലൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മഡ്ഗാർഡിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 3 കോട്ട് ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ബാക്കിൽ 2 കോട്ട് മാത്രമേ ഉള്ളൂ. അതിന് ഫ്രണ്ടിലേക്ക് നമ്മൾ 3 കോട്ട് അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് അടിച്ചിരുന്ന ആ സ്പ്രേ പെയിൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 3-4 കോട്ട് ഞാനത് അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. കാരണം സ്പ്രേ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ അത് വളരെ തിന്നായിട്ടുള്ള ലെയറാണ് അത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അത്ര ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ അത് അന്ന് 3-4 കോട്ട് അടിച്ചുകൊണ്ട് തന്നെ അത് എത്ര ഉറച്ചിട്ടും അത് പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പെയിൻറ്റ് റിമൂവറൊന്നും മേടിച്ചില്ല. ഇതിനൊന്നും അത്ര പൈസ കളയുന്നുള്ളതെന്ന് കരുതി ഞാനൊന്നും മേടിച്ചില്ലായിരുന്നു. ഞാനപ്പോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഇതുപോലെ സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. സ്ക്രാച്ച് അല്ല, ശരിക്കും അത് ആ ഒരു പെയിൻറ്റ് പോകാത്തതിൻ്റെയാണ്. അതേപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ടൈമൊന്നും എടുത്ത് ഉറച്ചൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് ഒരു നോർമൽ 400-ൻ്റെ പേപ്പർ ഇട്ട് നല്ല രീതിയിൽ ഉറച്ചെടുത്തു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ കൂടുതൽ വെക്കുന്നില്ല. കാരണം നമ്മുടെ വണ്ടി ഓൾറെഡി 10 കൊല്ലം പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഡയറക്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാണ്. ഇത് തന്നെ ഇപ്പോൾ ഉണങ്ങി കിട്ടാനായിട്ട് നമുക്ക് അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ തിന്നായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ ഇത് നമ്മൾ നല്ല രീതിയിൽ തിക്കായിട്ട് അടിക്കണോണ്ട് തന്നെ ഇത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട്. മറ്റേത് എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇതുപോലെ തന്നെ വന്ന് ആകെ നശിച്ചു പോയത്. പക്ഷേ ഇത് കുറേ നാൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ല, ഇത്ര നാളായിട്ട് നല്ല ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും രാത്രി ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാണ്. കാരണം വണ്ടി നാളെ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ മഡ്ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ സസ്പെൻഷൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞേക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മഡ്ഗാർഡിൻ്റെ ഇപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാങ്കും അതേപോലെ തന്നെ ആ മഡ്ഗാർഡും തമ്മിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. നല്ല രീതിയിൽ ആ ഒരു കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഈ ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സൈഡാണ് ഹെഡ്ലൈറ്റ് ഒറിജിനൽ പെയിൻറ്റ് വരുന്നത്, കമ്പനി പെയിൻറ്റ് വരുന്നത്. ഈ സംഭവം ഇത് വണ്ടി ഒരു പ്രാവശ്യം മറിഞ്ഞു വീണായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സൈഡ് മൊത്തം സ്ക്രാച്ച് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നമ്മുടെ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ്, ഒറ്റ കോട്ട് മാത്രം, ഒരു ബേസ് കോട്ട് പോലെ ജസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കിങ്, ആ വീണതിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ വീണതിൻ്റെ ചെറിയ ചെറിയ മാർക്കിങ്ങുകളുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് കളർ ഇടാൻ വേണ്ടി മാത്രം ജസ്റ്റ് അവിടെയും കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എനിക്കിപ്പോൾ വീണുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ലാത്തപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് അറിയണമെന്നില്ല. ഗൈസ്, അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സൈനിങ് ഓഫ് ബ്ലാക്ക് സ്റ്റാലിയൻ. Everybody tuning in, but this is just for us now. We know I ain't ballin' yet. Hoes wanna holler, oh no.
call him back, girl.